മഹേഷ് പണിക്ക്, ജയറാം ഒരു യഥാർത്ഥ വിശ്വാസി ആണെങ്കിൽ ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വത്തുവകൾ വീട്ടിൽ പൂജിക്കാൻ അനുവദിക്കുമായിരുന്നു. ഈ പൂജ നടത്തുക വഴി അദ്ദേഹം ഒരു മഹാപരാധമല്ലേ ചെയ്തത്? മാത്രമല്ല, ഈ പ്രദർശന വസ്തുക്കളാക്കി എന്ന ആചാര ലംഘനത്തിന് അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്യേണ്ട സമയവും അതിക്രമിച്ചില്ലേ ശ്രീ മഹേഷ് പണിക്ക്? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ ദുരൂഹമായ വസ്തുതകളുണ്ട് ജയറാമിന്റെ കേസിൽ. കാര്യം ഇതൊരു 3 സംഭവമാണ്. നമ്മൾ പക്ഷെ ഇതെല്ലാം കൂടെ ഒറ്റ കണക്റ്റഡ് ആയിട്ട് ഈ ധാരപാലക പാളി എന്നും പറഞ്ഞാണ് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് 3 സാധനങ്ങളുണ്ട്. ഒന്ന് കട്ടള, ഒന്ന് കഥക്, 3 ഈ ധാരപാളികൾ. ഈ കഥകിലാണ് ഇവർ ഫസ്റ്റ് തുടങ്ങുന്നത്. കഥക് എന്ന് പറഞ്ഞാൽ 2019 മാർച്ച് 11 ഇതുകൊണ്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത്. അതായത് അവിടുന്ന് പൂജിച്ച് മദ്രാസിൽ നിന്നൊക്കെ പൂജ നടത്തി ജയറാം ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്. ആ കട്ടള ഈ കോട്ടയത്തുള്ള പള്ളിക്കത്തോടുള്ള ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവിടെ ഒരു പൂജയിൽ ജയറാം ഒരു മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട് ഒരു ടെമ്പോയുടെ പുറകിൽ ഇങ്ങനെ ഇരുന്ന് പോകുന്ന ഒരു ഇമേജ് നമ്മളെല്ലാം മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതാണ് ആദ്യം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അപ്പം ആ ഒരു കട്ടള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കൊണ്ടുവന്നിട്ടാണ് ആ കഥക് എന്ന് പറയുന്നത്. കഥക് കൊണ്ടുവന്നിട്ടാണ് ഈ പഴയ കഥ ഇളക്കുന്നതും അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടളപ്പാളി ഇളക്കുന്നതും. അതിന്റെ ഓർഡർ വരുന്നത്, അതായത് കട്ടളപ്പാളി ഇളക്കാനുള്ള ഓർഡർ കൊടുക്കുന്നത് ജൂലൈ 5 അപ്പം ഇതിനകത്ത് ഈ ഡേറ്റുകളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ജയറാം ഇതിനെക്കുറിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നാണ് ഈ പറഞ്ഞ ജയറാമിന്റെ വീട്ടില് ഈ പറഞ്ഞ നമ്മുടെ ധാരപാലക പാളി വീട്ടിൽ വെച്ച് പൂജിക്കുന്നത്. മറ്റേ ആ കട്ടള ചെയ്യുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിലാണ്. എന്നിട്ട് പക്ഷെ അതാണ് നമ്മൾ ആദ്യം മാധ്യമങ്ങളിൽ ചർച്ച വരികയും അതിന് ജയറാം പ്രതികരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഈ കട്ടളപ്പാളി അവിടെ വെച്ച് പൂജിച്ചു, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു, ജസ്റ്റ് അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോവല്ലേ, ഒരു ടെമ്പോയിലല്ലേ പോകുന്ന വഴി ജസ്റ്റ് എന്റെ വീട്ടിലോട്ട് ഒന്ന് കയറ്റി വെച്ചോളൂ, നമുക്കൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇതും കൊണ്ടുപോകാം എന്ന് വളരെ നിസാരമായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിന്റെ പൂജ, ആ പൂജ നടക്കുന്ന 1 ദിവസത്തെയോ 2 ദിവസത്തെയോ ഒരാഴ്ചത്തെയോ ഒക്കെ മുന്നൊരുക്കത്തിൽ വളരെ വിശാലമായ ആ ചിത്രം അന്ന് വന്നിട്ടില്ല. ആക്ച്വലി ഈ 3 സാധനങ്ങൾ 3 ടൈം പീരീഡിലാണ്. മാർച്ച് 11 ആദ്യത്തെ കഥക് ഫിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ജൂലൈയിലാണ് ഈ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിന്റെ മറ്റേ ഇതിലോട്ട് കൊണ്ടുപോകാനായിട്ട് 39 ദിവസത്തെ ട്രാവലൊക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലാണ് ഈ സാധനം അടുത്ത് നമ്മുടെ ഈ മറ്റേ ധാരപാലക പാളി ചെയ്ത് രണ്ടാമത് കൊണ്ടുവരുന്നത്, 3ാമത്തെ സാധനം. അപ്പൊ ഈ 3-നകത്തും ഇദ്ദേഹം ഉണ്ട്. അതിനകത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ കൂടി ആലോചിച്ച് വായിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കോട്ടയത്തെ വാസുദേവൻ പോറ്റിയുടെ ആ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ മണി മോഷണം പോയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു വലിയ ഈ സ്മാർട്ട് ക്രിയേഷന്റെ സഞ്ജീവ് ഭണ്ഡാരിയൊക്കെ ജയറാമിന്റെ വീടുകളിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവർക്കാണ് ഈ ആന്റി കച്ചവടം ഉള്ളത്. അപ്പം ആന്റി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമാ ബന്ധങ്ങൾ, ഈ സാധനമൊക്കെ മേടിക്കണമെങ്കിൽ ഈ കാശുള്ളവർക്കല്ലേ പറ്റൂ, സാധാരണ ആൾക്കാർ ഏറ്റവും വലിയ വിചിത്രമായ സംഭവം, ഇത്രയും വലിയ നമ്മളെയൊക്കെ വീടുകളിൽ സാധാരണ ഗണപതി ഹോമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭഗവതി സേവയൊക്കെ ഏതെങ്കിലും ഒരു പോറ്റി വന്ന് നടത്തുവാണ് നമ്മൾ അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞ ഒരു 5000 രൂപ കൊടുക്കുന്ന ഒരു ന്യായമായ പാവപ്പെട്ടവരൊക്കെയുള്ളതാണ്. അങ്ങനെ അത്രയെങ്കിലും ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്, അത്രയ്ക്ക് ഒരു പണിയാണല്ലോ അത്. പക്ഷെ അദ്ദേഹം കൊടുത്ത 200 രൂപയാണ്. അപ്പൊ അതൊരു വലിയ അതിശയിപ്പിക്കുന്നത്, ഞാൻ 200 രൂപ കൊടുത്തുള്ളൂ, അപ്പൊ അത്രേ ഉള്ളായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള അവിശ്വസനീയമായ ചില എന്താ പറയുക സിനിമയിലൊക്കെയുള്ള ഡ്രാമാറ്റിക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം അതിന്റെ ആ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ നാരങ്ങ വെള്ളം കുടിക്കാൻ കയറി ഈ പറഞ്ഞ 200 രൂപ കൊടുത്തത് ഞാൻ വേറെ സാമ്പത്തികമായിട്ട് ഇടപാടില്ല എന്ന് പറയുന്നത്. പക്ഷെ അതേ 1 ലക്ഷം ഞാൻ കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ 1 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമാണെന്ന് സംശയിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു വളരെ 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 വ്യക്തമായ രീതിയിൽ ചെറിയ സംശയങ്ങൾ വരുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഇതെല്ലാം പരിശോധിച്ച് പറഞ്ഞാൽ ഇപ്പൊ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരിക്കുന്ന ഇതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ധാരണയും ഈ പറഞ്ഞ സഞ്ജീവ് ഭണ്ഡാരിയുടെ ഒക്കെ അല്ല, ഇപ്പൊ തന്നെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ സാക്ഷിയാക്കി മാറ്റിയിരിക്കുകയാണ്. അത് പക്ഷെ സത്യം അത് മുൻകൂർ ജാമ്യം എടുക്കാതിരിക്കാതെ കയറി അകത്തോട്ട് കയറാനുള്ള ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അതാണ് അതിനകത്തെ കുറിച്ച് പറയാനുള്ളത്. കാര്യം അതൊക്കെ അവരുടെ ഈ SITയുടെ തീരുമാനങ്ങൾ എന്താ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അവരിപ്പോ സാക്ഷിയാക്കോ അതൊന്നും ആക്കി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. തെളിവുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലി നമുക്ക് അദ്ദേഹം വളരെ ബഹുമാന്യനായ വ്യക്തിയാണ്, കലാകാരനാണ്, സമൂഹം ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അതൊക്കെ സംഭവിച്ചു. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലും അതിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രതികരണങ്ങളാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ആ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ അദ്ദേഹം ഒരിക്കലും പറയേണ്ടത് ഞാനിപ്പോ 1 ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തൊരു ന്യായമുണ്ട്. ഇത് ഒരു 200 രൂപ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പണമായിട്ട് രീതിയിൽ ജസ്റ്റ് ദക്ഷിണയായിട്ട് 200 500 അങ്ങനെ ആ രീതിയിലെ കൊടുത്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം അതിനകത്തൊക്കെ ഒരു ചെറിയ നമ്മൾ അവിശ്വസിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് വന്നപ്പം ഈ പുള്ളി ഈ 3 കൂടെ കണക്ട് ചെയ്യുന്നില്ല. ഓരോന്നോരോന്ന് വരുമ്പോഴാണ് പറയുന്നത്. നമ്മളെ ഈ 3 കൂടെ ധാരപാലക പാളി എന്ന് വെച്ചിട്ട് നമ്മൾ സംശയിക്കുന്നത് ആ കട്ടളപ്പാളിയുടെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വീട്ടിൽ വെച്ച് കിടക്കുന്നത്. അതെന്റെ അവിടെ വെച്ച് നടന്നു പോകുന്ന വഴി എന്റെ വീട്ടിലൂടെ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഇത് തമ്മിൽ 1-2 മാസം
മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു സെപ്റ്റംബറിലാണ് മറ്റേ നടക്കുന്നത്. അപ്പൊ ഈ 3 സാധനങ്ങളിനകത്തും ഇദ്ദേഹം ഇൻവോൾവ് ആണ്. ഒന്ന് ഈ 2 സാധനങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പൂജ ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം സ്മാർട്ട് പേഷ്യൻസ് വെച്ച് പൂജ ചെയ്തിട്ടുണ്ട്. ഇതേ വാതിൽ കൊണ്ടുവരാനായിട്ട് ഇതേ കോട്ടയത്ത് ഒരു ടെമ്പോയ്ക്കകത്ത് ആ ഒരു ഇതിനകത്ത് ഒരു മഞ്ഞ ഷർട്ട് ഇട്ടുണ്ട്, ഉണ്ണികൃഷ്ണൻ പൊറ്റിയും പുള്ളിയും കൂടെ ടെമ്പോയുടെ ബാക്കി ഇരിക്കുന്ന അതുകൊണ്ട് അത് വീഡിയോ അദ്ദേഹത്തിന് തന്നെ ഫേസ്ബുക്കിലൊരു ആ ദിവസത്തെ ഒരു വീഡിയോയിലും ഉണ്ടത് അദ്ദേഹം തന്നെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ ഇത് കൂടാണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് മറ്റേ ഈ എന്താ പറഞ്ഞ അവിടെ വെച്ച് കട്ട്ലയുടെ ഇത് നടക്കുന്ന ജയറാം തന്നെ അദ്ദേഹം ഒരു വോയിസ് മറ്റേ ആ സമയത്ത് നടത്തുന്ന ഒരു ഇതുണ്ട്, എനിക്ക് മഹാഭാഗ്യം കിട്ടി. പിന്നെ ഇവരെല്ലാം സ്വപ്നം കാണുവാണ്, അല്ല ഇവരെല്ലാം സ്വപ്നം കാണുവാണ്. കാര്യം ഇത്രയും പരിചയമുള്ള ഇത്രയും വർഷത്തെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇടയ്ക്കത്തെ ഒരു ഭാഗത്തിലാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. എന്നെ കൊണ്ട് പൂജ ചെയ്യാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വപ്നം കണ്ടു, ഈ സ്വപ്ന ദർശനം കൊണ്ട് എനിക്ക് ഭയങ്കര സാധനമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കഥകൾ ഇതിനകത്ത് ബിൽഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ കരി എനിക്ക് പരിചയമുണ്ട്, അതാണ് ഇങ്ങനെ ഒരു സാധനം നടക്കുന്നത്, നിങ്ങളോട് വരുമോ ഒന്ന് പങ്കെടുക്കും, എനിക്ക് ഇച്ചിരി പ്രൊമോഷൻ കിട്ടുമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വളരെ ന്യായമായ ഒരു സെലിബ്രിറ്റിയാണ്, ആ വളരെ ന്യായമായ ഒരു കാര്യമാണ്. അതിന് പകരം ഒരു സ്വപ്നത്തിന്റെ കഥയും സ്വപ്ന ദർശനം കിട്ടി, അങ്ങനെ അങ്ങനത്തെ കഥകളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് ദഹിക്കുന്ന കാര്യമല്ല. അപ്പം അത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ തന്ത്രി കുടുംബമായിട്ടും ഈ ഒരു സാധനങ്ങളുമായിട്ടൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് നമ്മൾ ശരിക്കും ചേർത്ത് വായിക്കണം. ഈ മണിയുടെ മോഷണവും ഈ പറഞ്ഞ ഈ ഇത് വാജിവാഹനത്തിന്റെയും ഈ അഷ്ടദിക്പാലകരുടെയും നമ്മുടെ കൊടിമരത്തിന്റെ പഴയ കൊടിമരത്തിന്റെയും ഈ പറഞ്ഞ നമ്മുടെ പഴയ 18-ാം പടിയുടെ യഥാർത്ഥത്തിൽ ഈ 18-ാം പടിയൊക്കെ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഗ്രൂപ്പ് തന്നെയാണ്. 18-ാം പടി പഴയ 18-ാം പടി ഇളക്കി സ്വർണം മാറ്റിയിട്ട് ഇതേ ഗ്രൂപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം മൊത്തത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അപ്പം അവരുടെ ഇടപെടലുകൾ എല്ലാത്തിനകത്തും ഈ പറഞ്ഞ ഒരു അവിശ്വസനീയത ഉണ്ട്. അതിനകത്ത് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ചാൽ ഇതിന്റെ കച്ചവടം നടക്കണമെങ്കിൽ ഈ പണമുള്ള വലിയ വലിയ പണമുള്ള സാധാരണ പണക്കാരൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ മേടിക്കാനായിട്ട്. അപ്പൊ ഈ വലിയ പണമുള്ള ആൾക്കാരിലേക്ക് എത്താനുള്ള ഒരു മാർഗമായിട്ട് ജയറാം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധനയിൽ കൂടി അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക ഇനിയുള്ള നീതി കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. SIT അത് കണ്ടെത്തുന്നതിനാണ് എന്റെ വിശ്വാസം. കാര്യം ഇത് കണ്ടെത്താതിരിക്കാൻ പറ്റത്തില്ല. അതെ അതെ, ജയറാമുമായിട്ടുള്ള ദുരൂഹ ഇടപാടുകളെ പറ്റി SIT സമഗ്രമായി അന്വേഷിക്കണം. യെസ്.